കഴിഞ്ഞ ദിവസം ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും ഒരു തലക്കെട്ടുണ്ടായിരുന്നു. ബി ജെ പിക്ക് RSSൻ്റെ സഹായം വേണ്ട എന്ന് JP നദ്ദ പറഞ്ഞതായിട്ടൊരു പ്രസ്താവന. അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയില്ല. കാരണം BJP നേതാക്കൾ ആദ്യമായിട്ടല്ല അങ്ങനെ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇന്നേ വരെ കേരളത്തിലെ BJP നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, തമിഴ്നാട്ടിലെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റു ഇടങ്ങളിലെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല? അതിന് ഒരു കാരണമുണ്ട്. പറഞ്ഞത് JP നദ്ദയാണ്, BJP ദേശീയ അധ്യക്ഷനാണ്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ BJP ഉൾപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മാതൃ സംഘടനയാണ്. ആ മാതൃസംഘടനയുടെ കീഴിൽ നമ്മളുടെ അറിവിൽ 146 ക്ഷത്രിയ സംഘടനകളുണ്ട് എന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ ചില സംഘടനകൾ കേൾക്കുമ്പോൾ അതുമൊക്കെ ഈ സംഘപരിവാറിൽ വരുന്നതാണ്. ഒരുപക്ഷെ 10-300 സംഘടനകൾ ഉണ്ടാകാം. കാരണം സമസ്ത മേഖലയിലും RSSൻ്റെ പരിവാർ സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന RSSൻ്റെ ഒരു സംഘടനയുടെ പേര് സക്ഷമ എന്നാണ്. 21 തരം ടൈപ്പ് രോഗാതുരരായ ആളുകൾക്ക് ചികിത്സാ സൗകര്യങ്ങളും അതുപോലെ തന്നെ കിറ്റുകളും അവർക്ക് വേണ്ട എക്യുപ്മെൻസുകളും ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു സംഘടന ദേശീയ തലത്തിലുമുണ്ട്. കേരളത്തിൽ ഇപ്പോഴാണ് അത് സജീവമായത്. അതും ഈ സംഘപരിവാറിൽപ്പെടുന്നതാണ്. കൃത്യമായൊരു എണ്ണം RSS ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അവർ അങ്ങനെ പത്രസമ്മേളനം നടത്തുകയോ ഇല്ലെങ്കിൽ അതിന് ഡേറ്റാസ് പുറത്തു വിടുകയോ അങ്ങനെ ചെയ്യുന്നൊരു സംഘടനയല്ല. ചാനൽ ചർച്ചകൾ വന്നിരിക്കുകയോ ഒന്നും ചെയ്യുന്നൊരു സംഘടനയല്ല. അപ്പോൾ അവർ ഓരോ സംഘടനയും രൂപം കൊടുക്കുന്നത് അതാത് മേഖലയിൽ ആ സംഘടന കരുത്തോടെ വളരാനും ആ സംഘടന ശക്തി പ്രാപിക്കാനും വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് കടന്നു പോകാം. എനിക്കും നിങ്ങൾക്കും അറിവുള്ളൊരു കാര്യം തന്നെയാണ്. കേരളത്തിൽ BMSഉം BJPയും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് പിച്ച വെച്ച് തുടങ്ങുന്നത്. RSS ആണ് അവരെ കൈപിടിച്ച് നടത്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് BMS എവിടെ നിൽക്കുന്നു, കേരളത്തിലെ BJP എവിടെ നിൽക്കുന്നു എന്ന് മാത്രം നാം ചിന്തിച്ചാൽ മതി. BMSന് മുൻകാലങ്ങളിലൊക്കെ, അത് BJPക്കായാലും BMSനായാലും നമുക്ക് മുൻകാലങ്ങളിലൊക്കെ അവരുടെ പ്രകടനം നടത്താനും പോസ്റ്റർ ഒട്ടിക്കാനും സമ്മേളനം നടത്താനുമൊക്കെ ഈ RSSൻ്റെ കേഡർമാർ അനിവാര്യമായിരുന്നു. ഇന്ന് BMSന് അതിൻ്റെ ഒരു കാര്യമില്ല. ഏറെക്കുറെ BJPക്കും അതിൻ്റെ ഒരു ആവശ്യമില്ലാതായി വരുന്നു. BMS ഇന്ന് സമസ്ത മേഖലയിൽ കടന്നു കയറി KSRTC പോലെ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന ഇടങ്ങളിൽ പോലും റഫറണ്ടത്തിലൂടെ ജയിച്ചു കയറി ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നാൽ 10 ഓട്ടോ ഉണ്ടെങ്കിൽ മിനിമം 2 ഓട്ടോ എങ്കിലും BMSകാരൻ്റേതായി മാറുന്ന ഒരു രീതിയിലേക്ക് അവർ പടർന്ന് പന്തലിച്ചു. പക്ഷേ BJPക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഓട്ടം കിട്ടിയില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BMSന് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയുന്ന തൊഴിലാളികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ സമസ്ത മേഖലയിലും അത് പടർന്നു കയറി എന്ന് പറയുമ്പോൾ അത് അവരുടെ കരുത്ത് തന്നെയാണ്. BJPക്കാണെങ്കിൽ എല്ലാവർക്കും മെമ്പർഷിപ്പ് നൽകാനും പ്രവർത്തകരാക്കാനും കഴിയുമെങ്കിലും അത്രയും വളർച്ച ഉണ്ടായില്ല. ഇപ്പോഴും കേരളത്തിലെ BJP RSSൻ്റെ തണലിലാണ് മുൻപോട്ട് പോകുന്നത്. ഈ RSSനെ സംബന്ധിച്ച് അവർക്ക് ഒരു ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പലയിടത്തും പല സംഘടനകളാണ് രൂപീകരിച്ചിരുന്നത്. മുമ്പ് ഇവിടെ RSS നിരോധന സമയത്തും പിന്നീട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനുമായി രൂപീകരിച്ചൊരു സംഘടനയുണ്ടായിരുന്നു, ഹിന്ദു ഐക്യവേദി. അവർ നമ്മളുടെ നാട്ടിലെ മറ്റുമുള്ള റോഡ് പ്രശ്നങ്ങളായാലും കുടിവെള്ള പ്രശ്നമായാലും ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു, ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് ആ ഹിന്ദു ഐക്യവേദി മാറി അവിടേക്ക് BJP പതുക്കെ അവർ കൈപിടിച്ച് കൊണ്ടുവരികയായിരുന്നു. തമിഴ്നാട്ടിൽ ഇതുപോലെ ഹിന്ദു മുന്നണിയാണ് രൂപീകരിച്ചത്, ജനകീയ മുഖം. കാരണം RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ ഡെയിലി പൊളിറ്റിക്സ്, ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രീതിയില്ല. അവരുടെ പ്രധാന രീതി സമാജത്തിന് ആവശ്യമുള്ളവരെ സജ്ജരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാഷ്ട്രത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ള അനവധി കാര്യങ്ങൾ ഈ രാജ്യത്തിന് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് സേവാഭാരതിയും മറ്റു സംഘടനകളും പിറവിയെടുത്തത്. അതിലെ ജനകീയ മുഖമാണ്, രാഷ്ട്രീയ മുഖമാണ് BJP. തമിഴ്നാട്ടിലും BJP ശക്തമല്ലാത്തത് കൊണ്ടും ഒരു ജനകീയ മുഖമല്ലാത്തത് കൊണ്ടുമാണ് അവിടെ ഹിന്ദു മുന്നണി രൂപീകരിക്കേണ്ടി വന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ ഹിന്ദു മുന്നണിയേക്കാൾ മുൻപിൽ BJP എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നാളെ BJP ഒരു വലിയ ശക്തിയായി കഴിഞ്ഞാൽ അവിടെ RSS ആകും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. കേരളത്തിലും BJP ഒറ്റയ്ക്ക് നിൽക്കാറായാൽ RSSന് സന്തോഷം തന്നെയാകും. കാരണം എല്ലാ സംഘടനകളും ഒറ്റക്കാലിൽ നിൽക്കണമെന്നും മുൻപോട്ട് പോകണമെന്നും കരുതിയാണ് ഓരോ സംഘടനയ്ക്കും അവർ രൂപം കൊടുക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസ വിഭാഗമായാലും മറ്റ് വിഭാഗമായാലുമൊക്കെ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ JP നദ്ദ പറഞ്ഞത് RSSന് സഹായമില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്തായെന്ന് ചോദിച്ചാൽ, മുൻകാലങ്ങളിൽ RSSൻ്റെ കേഡർമാരായിരുന്നു BJPയുടെ റാലികളിലേക്ക് പോകുന്നതും ഒപ്പം തന്നെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതും ഇല്ലെങ്കിൽ അവരുടെ പ്രചരണത്തിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നതും വീട് വീടാന്തരം കയറി പ്രചരണം നടത്തുന്നത്. പക്ഷേ ഇന്ന് പല സംസ്ഥാനങ്ങളിലും
RSS കേഡർമാരുടെയോ ഇല്ലെങ്കിൽ മറ്റ് അനുബന്ധ പരിവാർ സംഘടനകളുടെ ആവശ്യമില്ലാതെ BJPക്ക് തന്നെ അത്ര കേഡർമാരുണ്ട് എന്ന് തന്നെയാണ് JP നദ്ദ പറഞ്ഞതിൻ്റെ അർത്ഥം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എന്നാണ്, അല്ലാതെ RSSൻ്റെ സഹായമൊന്നും വേണ്ട എന്നുള്ളതല്ല. ഇന്നും നരേന്ദ്രമോദി നടപ്പാക്കുന്ന സാമ്പത്തിക കാര്യങ്ങളായാലും വിദ്യാഭ്യാസ കാര്യങ്ങളായാലും ഒക്കെ തന്നെ നാഗപ്പൂരിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനൊരു മാറ്റവും ഇനിയും സംഭവിക്കാനും പോകുന്നില്ല. സഹായം വേണ്ട എന്ന് പറയുന്നത് അതായത് സ്വന്തം അണികളെ കൊണ്ട് തന്നെ, ഇപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ കേരളത്തിനെക്കുറിച്ച് പറഞ്ഞതുപോലെ BMS ഇന്ന് അവരുടെ റാലികൾക്കായാലും ഇല്ലെങ്കിൽ അവരുടെ പ്രക്ഷോഭങ്ങൾക്കായാലും മറ്റെന്ത് കാര്യങ്ങൾക്കായാലും BMSൻ്റെ തന്നെ ഒരു ശക്തമായ തൊഴിലാളി വിഭാഗമുണ്ട്. BJPക്കും ഏറെക്കുറെ സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുണ്ട്. എന്നാൽ പലയിടത്തും അത്തരം ആളുകളില്ലാതെ വരുമ്പോഴാണ് ഈ RSSനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആകരുതെന്ന് RSS നേതൃത്വം പലവട്ടം BJP നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുള്ളതുമാണ്. ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിലും ശക്തമാവുകയായിരിക്കാം. ഈ ഇന്ത്യയിൽ ഉടനീളം ഏറ്റവും ഒടുവിൽ ത്രിപുരയിൽ BJP അധികാരത്തിലെത്തിയതും BJPക്ക് അധികാരമേൽപ്പിച്ചു കൊടുത്തതും RSS ആണ്. അവിടം കൊണ്ട് അവരുടെ ആ റോള് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ നോക്കിക്കോളൂ. BJP അങ്ങനെയാണ്. അതായത് ഒരു അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളും നല്ല രീതിയിൽ മുൻപോട്ട് വരണമെന്നും പോകണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കും. അതിൽ ചില മടിയന്മാരും അലസന്മാരുമായ മക്കൾ വീണ്ടും വീണ്ടും അമ്മയുടെ സഹായത്തിനായി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന അനവധി പേരുണ്ട്. അതുപോലെ തന്നെ ഈ RSSൻ്റെ ജനകീയ മുഖങ്ങൾ നമ്മൾ കരുതും എല്ലായിടത്തും ഈ RSS തന്നെയാണ് ശക്തമായി മുൻപോട്ട് വരുന്നത്. അല്ല, കർണാടകത്തിൽ വിശ്വഹിന്ദു പരിഷത്താണ് ശക്തമായി തന്നെ മുൻപോട്ട് നിൽക്കുന്നതും BJPക്ക് സപ്പോർട്ടായി നിൽക്കുന്നതും. ഇതും RSSൻ്റെ ഒരു ക്ഷേത്രീയ സംഘടനയാണ്. ഗുജറാത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെയും വിശ്വഹിന്ദു പരിഷത്ത് തന്നെയാണ് മുൻനിരയിൽ നിൽക്കുന്നത്. അതും ഈ RSSൻ്റെ സംഘടനയാണ്. അതുപോലെ തന്നെ UP അടക്കമുള്ളിടത്ത് സന്യാസി വിഭാഗങ്ങളുടെ സംഘടനയുണ്ട്. അതും RSSൻ്റെ സംഘടനയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും എല്ലാ മേഖലകളിലും അവർ കടന്നെത്തിയിരിക്കുന്നു. അവർ എത്താത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കൃത്യമായി അവരുടെ സംഘടനകൾ ഏതൊക്കെയാണ്, ക്ഷേത്രീയ സംഘടന ഏതൊക്കെയാണ് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇതിലും കൗതുകകരമായ കാര്യം RSSൻ്റെ കീഴിൽ ഇത്രയും ക്ഷേത്രീയ സംഘടനകളുണ്ട്. ഈ ക്ഷേത്രീയ സംഘടനകളുടെ കീഴിൽ അനവധി മറ്റ് ഡിവിഷനുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശ്വഹിന്ദു പരിഷത്തിന് അവരുടെ വനിതാ വിങ് ഉണ്ട്, അതിനെ ദുർഗാവാഹിനി എന്ന് പറയുന്നു. ഒപ്പം തന്നെ അവരുടെ യൂത്ത് വിങ് ഉണ്ട്, അതിനെ ബജരംഗ് ദൾ എന്ന് പറയുന്നു. BJPയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ വനിതാ വിങ്ങിനെ മഹിളാ മോർച്ച എന്ന് പറയുന്നു, യൂത്ത് വിങ്ങിനെ യുവ മോർച്ച എന്ന് പറയുന്നു. എന്തിനേറെ BJP രൂപീകരിക്കുന്ന സമയത്ത് ABVP ഉണ്ടായിരുന്നിട്ട് കൂടി ഭാരതീയ വിദ്യാർത്ഥി മോർച്ച എന്ന് പറയുന്നൊരു വിഭാഗം ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് അത് UPയിലെ പല സർവകലാശാലയിൽ മത്സരിക്കുകയൊക്കെ ചെയ്തത് പിന്നീട് ABVP ആയി തന്നെ അങ്ങ് പോവുകയായിരുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും എന്തിനു പറയുന്നു, കേരളത്തിലെ ഈ സിനിമാ മേഖലയിൽ പോലും BMSന് സംഘടനകളുണ്ട്. RSSൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ കടന്നു ചെല്ലാത്ത ഇടങ്ങൾ ഇല്ല. ഒരുപക്ഷെ പേരുകൾ പലതുമായിരിക്കാം, അല്ലാതെ RSS എന്ന ഒരു ആയിരിക്കില്ല. പശ്ചിമ ബംഗാൾ അവർ അധികാരം പിടിക്കാൻ തുടക്കമിട്ടത് RSS ആണ്. അത് മുൻപ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഈ പോയിന്റിൽ തന്നെ ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതായത് നക്സൽ ബാരി എന്ന് പറയുന്ന നക്സലുകളുടെ സ്വർഗത്തിലാണ് RSS തന്നെ തുടക്കം കുറിച്ചത്. 2014 വരെ അത് RSSൻ്റെ സംഘടനയാണെന്നോ RSSൻ്റെ സ്കൂളാണെന്നോ RSSൻ്റെ ആശുപത്രിയാണെന്നോ ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. 2014 അമിത്ഷാ അവിടെ ഒരു ചടങ്ങിന് പങ്കെടുത്തപ്പോഴാണ് മനസ്സിലായത് ഇക്കാലം അത്രയും തങ്ങളെ കൊണ്ടു നടന്നിരുന്നതുമൊക്കെ RSSൻ്റെ തണലിലായിരുന്നു. നക്സൽ ബാരി എന്ന് പറയുന്ന കുഗ്രാമത്തിൽ ഒരു ചെറിയ സ്കൂൾ തുടങ്ങിക്കൊണ്ടായിരുന്നു RSS പശ്ചിമ ബംഗാളിൽ അവർ തേരോട്ടം തുടങ്ങിയത്. ഇന്ന് പശ്ചിമ ബംഗാളിൽ RSSന് BJPയെ സഹായിക്കേണ്ടതായ ആവശ്യമില്ല. സഹായം എന്ന് പറയുമ്പോൾ ഭൗതികപരമായ സഹായമല്ല ഉദ്ദേശിക്കുന്നത്, ശാരീരികപരമായ സഹായമാണ്. അതിൻ്റെ ആവശ്യം ഇന്ന് പശ്ചിമ ബംഗാളില്ല. പാർട്ടി വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിൽ ഏറെ സന്തോഷിക്കുന്നതും RSS തന്നെയായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് പണി വേറെയുണ്ട്. ബൗദ്ധിക തലത്തിൽ നിന്ന് RSSൻ്റെ നാഗ്പൂരിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും നരേന്ദ്രമോദി ചെയ്യുന്നത്, BJP സർക്കാർ ചെയ്യുന്നത്. അത് നോട്ട് നിരോധനമായാലും വിദ്യാഭ്യാസ നയങ്ങളായാലും സാമ്പത്തിക നയങ്ങളായാലും അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളായാലും ഒക്കെ RSSൻ്റെ അതിൻ്റേതായ വിങ്ങുകളുണ്ട്. ആ വിങ്ങുകളുടെ മൂശയിൽ രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങൾ അതൊരു ജനകീയ സർക്കാരാകുമ്പോൾ ആ ജനകീയ സർക്കാരിൻ്റെ കാര്യങ്ങളോട് ചേർത്തുകൊണ്ടാണ് നാം അറിയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നദ്ദയുടെ പ്രസ്താവന വലിയ രീതിയിൽ ആഘോഷിച്ചവർക്കും ആ പ്രസ്താവന കണ്ട് ഉത്കണ്ഠ രേഖപ്പെടുത്തിയ സംഘത്തിൻ്റെ ഇല്ലെങ്കിൽ സംഘികൾ എന്ന് പറയുന്ന ചില അണികൾക്കുണ്ടായ വിഷമവും തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ്. ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് JP നദ്ദ പറയുമ്പോൾ ഒരു വിഷയം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക മോഹൻ ഭഗവത് തന്നെയായിരിക്കും. കാരണം അവർ വളർന്നിരിക്കുന്നു, ശക്തമായി തന്നെ പ്രചരണത്തിന് പോകാൻ. അതായത് 2 തരത്തിലാണ് സഹായം.
അതായത് ശാരീരികപരമായ സഹായം എന്ന് പറയുന്നത് ഇവരുടെ പ്രചരണത്തിന് പോവുകയും മറ്റുള്ള കാര്യങ്ങളുമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് BJPയും RSSനും രണ്ടായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ആ പ്രശ്നമുണ്ടാകുന്നത്. മറ്റ് ഇടങ്ങളിലൊക്കെ UP അടക്കമുള്ളിടത്ത് RSSൻ്റെ സഹായം BJPക്ക് അനിവാര്യമാണ്. കാരണം പലയിടത്തും കടന്നു ചെല്ലുവാനായിട്ട് BJPയുടെ പ്രവർത്തകർ ഇല്ലാത്തടത്ത് മാത്രമാണ് അവർ ചെല്ലുന്നത്. എന്നാൽ BJP ശക്തമായ ഗുജറാത്ത് പോലെയുള്ള ഇടങ്ങളിൽ RSSൻ്റെ സഹായത്തിൻ്റെ ആവശ്യമില്ല. കാരണം BJPക്ക് തന്നെ അണികളുണ്ട്. ഇവിടെയാണ് സഹായം എന്നുള്ളത്, അല്ലാതെ അവരുടെ ബൗദ്ധികപരമായതോ ഒന്നുമല്ല. കാരണം ഇതൊരു പൊക്കിൾക്കൊടി ബന്ധമാണ്. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഇല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല. അത് ശക്തമായി തന്നെ മുൻപോട്ട് പോകും. പക്ഷേ എപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളാകരുത് പരിവാറിലെ ക്ഷത്രിയ സംഘടനകളെന്ന് തുടക്കം മുതൽ തന്നെ RSS പറയുന്നത് ചെവിക്കൊണ്ടുകൊണ്ടാണ് അവരുടെ ക്ഷത്രിയ സംഘടനകൾ പ്രവർത്തിക്കുന്നതും വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് പോകുന്നു. ഇന്ന് 25,000-ന് മേൽ വിദ്യാഭ്യാസ സ്ഥാപനം അവരുടെ സംഘടന തന്നെ നടത്തുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. ആശുപത്രി രംഗത്തായാലും സമസ്ത മേഖലയിലും അവർ കടന്നു ചെല്ലാത്ത ഒരു ഇടവുമില്ല. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളം എന്ന പോയിൻ്റ്. നന്ദി, നമസ്കാരം.